നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മസന്യാസ യോഗം എന്ന 5-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തഃ നിബധ്യതേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ നൈഷ്ഠികീം ശാന്തിം ആപ്നോതി അയുക്തഃ കാമകാരേണ ഫലേ സക്തഃ നിബധ്യതേ. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കർമ്മയോഗി കർമ്മഫലങ്ങളെയൊക്കെ ത്യജിച്ചുകൊണ്ട് പരമമായ മോക്ഷത്തെ, നിർവ്വാണത്തെ പ്രാപിക്കുന്നു. യോഗബുദ്ധി ഇല്ലാത്തവനാകട്ടെ തൻ്റെ കാമനകളാൽ പ്രേരിതനായിക്കൊണ്ട് ഫലാസക്തിയുള്ളവനായി കർമ്മത്തിൽ ബദ്ധനായി ഭവിക്കുന്നുവെന്ന് ശ്ലോകത്തിൻ്റെ സാരം.